ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. അവസാന ഭാഗത്തോടൊപ്പം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം കൂടി നമുക്ക് വായിക്കാം. 27 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്ന് മറുപേരുള്ള ബേർശേബ എന്ന യോസഫ്, മത്തിയാസ് എന്നീ 2 പേരെ നിർത്തി. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ 2 പേരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. ഈ സംഭവത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായ അനേക ആളുകളുണ്ട്. ഞാൻ ഈ സംഭവം എന്ന് പറഞ്ഞത് 12ാമത്തെ അപ്പോസ്തലനെ തിരഞ്ഞെടുക്കുന്ന ആ പരിപാടിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിലർ പറയുന്നത് ഇത് പത്രോസ് ചെയ്ത ഒരു തെറ്റാണ് എന്ന്. മറ്റുള്ളവർ പറയുന്നു അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പത്രോസിനെ വിധിക്കേണ്ട എന്ന്. ഇവിടെ എന്താണ് കാര്യം? എന്തുകൊണ്ടാണ് പത്രോസ് 12ാമത്തെ അപ്പോസ്തലനെ തിരഞ്ഞെടുക്കുവാൻ തുനിഞ്ഞത്? പ്രധാന കാരണം യൂദ ദ്രോഹിയായി തീർന്നു, അവൻ പോകേണ്ട സ്ഥലത്തേക്ക് പോയി എന്ന് താൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പത്രോസ് സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. അപ്പോൾ പത്രോസ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും അനുസരിക്കാൻ തയ്യാറായിരുന്നു. ഇനി എന്താണ് കർത്താവ് പറഞ്ഞത്? കർത്താവ് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, നിങ്ങൾ 12 പേരും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രയേൽ ഗോത്രം 12നെ ന്യായം വിധിക്കും എന്ന് പറഞ്ഞിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഉടനെ സംഭവിക്കുകയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അപ്പോസ്തലന്മാർ, അതായത് പത്രോസും മറ്റ് 11 പേരും, അവർ വിശ്വസിച്ചിരുന്നത് യേശു ഉടൻ തന്നെ മടങ്ങി വരുമെന്നാണ്. 1-ാം നൂറ്റാണ്ടിലുള്ള വിശ്വാസികളെ നോക്കിയാൽ നമുക്കത് അറിയാൻ സാധിക്കും. യേശു മടങ്ങി വരും, തൻ്റെ രാജ്യം സ്ഥാപിക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. അവരുടെ ജീവകാലത്ത് തന്നെ സംഭവിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അവരുടെ ജീവകാലത്ത് തന്നെ യേശു മടങ്ങി വരികയും തൻ്റെ രാജ്യം സ്ഥാപിക്കുകയും ചെയ്താൽ 12 സിംഹാസനങ്ങളിൽ ഇരിക്കുവാൻ 12 അപ്പോസ്തലന്മാർ ഇപ്പോഴില്ല, 11 ഉള്ളൂ. ഒരുത്തൻ മരിച്ചു ദ്രോഹിയായി തീർന്നു. കർത്താവ് പറഞ്ഞ കാര്യം അവർ വിശ്വസിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെടുക്കുവാൻ അവർ തയ്യാറായത്. അപ്പോൾ 12ാമത്തെ അപ്പോസ്തലനെ തിരഞ്ഞെടുക്കേണ്ടതൊരു ആവശ്യമാണെന്ന് കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ആവശ്യമെന്ന് അവർക്ക് തോന്നി. ഇതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവർ നമ്മെക്കാളും കർത്താവിൻ്റെ വരവിന് വേണ്ടി ആകാംക്ഷയുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഞങ്ങളുടെ ജീവകാലത്ത് തന്നെ വരുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് പത്രോസിനെയും മറ്റ് അപ്പോസ്തലന്മാരെയും കുറ്റം വിധിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ്, അയാളുടെ യോഗ്യത എന്താണ് എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സ്നാനം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആരോഹണം വരെയുള്ള കാര്യങ്ങൾക്ക് സാക്ഷിയായിരുന്ന ഒരാൾ. അതിൻ്റെ അർത്ഥം ഇതിനൊക്കെ സാക്ഷിയായിരുന്ന 2 പേരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു, അപ്പോസ്തലന്മാരെ കൂടാതെ. അവർ 2 പേരെയാണ് അവർ തിരഞ്ഞെടുത്തത്. ഇനി ഇവരിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല അവർക്ക്. അതുകൊണ്ട് അവർ എന്തു ചെയ്തു? നമ്മളവിടെ വായിക്കുന്നത് അവർ പ്രാർത്ഥിച്ചു എന്നാണ്. അവരുടെ പ്രാർത്ഥന അവർക്ക് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ കഴിവില്ല എന്ന് അംഗീകരിക്കുന്നതിന് തുല്യമാണല്ലോ. നമുക്കറിയാം,
അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തലേ രാത്രി നമ്മുടെ കർത്താവ് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. അപ്പോൾ അവർ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയത്. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തികളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രാർത്ഥന. എല്ലാ അധ്യായത്തിലും പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഇവിടെ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു. പിന്നെ അവർ സ്വന്തമായി തീരുമാനമെടുത്തില്ല, അവർ ദൈവത്തിന് ആ തീരുമാനം പെട്ടു. യോഗ്യതകളൊക്കെ അവർ കണ്ടുപിടിച്ചു, അവർ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. പക്ഷേ അവസാന തീരുമാനം ദൈവം എടുക്കട്ടെ എന്നാണ് അവർ തീരുമാനിച്ചത്. അപ്പോൾ 2 പേരുടെ പേര് വെച്ചിട്ട് ചീട്ടിട്ടാൽ ഒരാൾക്ക് വീഴുമല്ലോ, അതുകൊണ്ടാണ് ചീട്ട് മത്തിയാസിന് വീണത് എന്ന് പറയുന്നവരുണ്ട്. 2 പേരാണെങ്കിലും അവർ ചീട്ടിടാൻ തയ്യാറായി. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ചീട്ട് മടിയിലിടുന്നു, അതിൻ്റെ വിധാനമോ യഹോവയിൽ നിന്ന് വരുന്നു എന്നും പറയുന്നു. അപ്പോൾ ദൈവം ഈ കാര്യത്തിൽ അവരെ സഹായിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. ഇനി ഇതിനെല്ലാം പുറമെ 12ാമത്തെ അപ്പോസ്തലൻ അല്ല യഥാർത്ഥ അപ്പോസ്തലൻ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം പൗലോസ് അപ്പോസ്തലൻ പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ ഒരു അപ്പോസ്തലനായി തിരഞ്ഞെടുത്ത് നമ്മൾ കാണുന്നതുകൊണ്ടാണ്. എന്നാൽ പൗലോസ് എന്ന ഒരാൾ അപ്പോസ്തലനായി വരുമെന്നുള്ള കാര്യം ഈ 11 പേർക്കും അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് അവർ 12ാമത്തെ അപ്പോസ്തലനെ തിരഞ്ഞെടുക്കുവാൻ തയ്യാറായി. ഈ കാര്യം പത്രോസിനും കൂട്ടർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവരെ കുറ്റം വിധിക്കേണ്ട കാര്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ബൈബിളിൽ ഒരിടത്തും ഇവർ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്ന മറ്റൊരു ആർഗ്യുമെൻറ്റ്, ഈ മത്തിയാസിനെക്കുറിച്ച് പിന്നെ നമ്മൾ ഒരിടത്തും വായിക്കുന്നില്ല എന്നതാണ്. മത്തിയാസിനെക്കുറിച്ച് മാത്രമല്ല വായിക്കാത്തത്, മത്തായിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടോ? ഇല്ല. തദ്ദായിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടോ? ഇല്ല. എരിവുകാരനായ ശീമോനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വേറെ 9 പേരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. പത്രോസിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചും യോഹന്നാനെക്കുറിച്ചും മാത്രമേ വായിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ചെയ്തൊരു വലിയ തെറ്റാണ് എന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാറ്റിനും ഉപരി എന്തിനാണ് വെറുതെ ഒരാളെ നമ്മൾ വിമർശിക്കുന്നത്? ഒരാൾ തൻ്റെ വെളിപ്പാടിൻ്റെ കുറവ് കൊണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പൗലോസ് എന്നൊരാൾ അപ്പോസ്തലനായി വരുമെന്നുള്ള കാര്യം അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചതുകൊണ്ടും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും അവർ ഒരു അപ്പോസ്തലനെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ആ അപ്പോസ്തലനെ ഈ 12 പേരിൽ ഒരാളായി അംഗീകരിച്ചു. എന്തിനാണിത് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ അടുത്ത അധ്യായം വായിക്കണം. എന്ന് വെച്ചാൽ അടുത്ത അധ്യായമെന്ന് ഞാൻ പറയുമെങ്കിലും ലൂക്കോസ് വേറൊരു അധ്യായമായിട്ടല്ല എഴുതിയത്. ഈ എഴുതിയിരിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതേക്കുറിച്ച് കൂടുതലായി നമുക്ക് അടുത്ത ആഴ്ച ശ്രദ്ധിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.